Hello guys, it's me Aadi. അപ്പോൾ ഇത്തവണ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻഫിനിറ്റി ഡിസൈൻ, ഓട്ടോഡെസ്ക്, സ്കെച്ച് ബുക്ക് എന്നീ ആപ്ലിക്കേഷനിൽ നമ്മളുടെ വർക്ക് പോവാതെ തന്നെ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഫോൺ ഫോർമാറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇൻഫിനിറ്റി ഡിസൈനിലോ ഓട്ടോഡെസ്കിലോ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് എനിക്ക് സേവ് ചെയ്ത് വെക്കണം. അതായത് എനിക്ക് അതിൻ്റെ ഇമേജ് മാത്രം ഗാലറിയിൽ കിട്ടിയാൽ പോരാ, അതിൻ്റെ ഓരോ ലെയേഴ്സും എനിക്ക് സേവ് ചെയ്ത് വെക്കണം. പിന്നീട് എൻ്റെ ഫോൺ ഫോർമാറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് വീണ്ടും ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ഫയൽ അതിലേക്ക് കിട്ടുകയും വേണം. അതുപോലെ തന്നെ അതിലുള്ള ഓരോ ലെയേഴ്സും എനിക്ക് കിട്ടുകയും വേണം. പിന്നീട് എനിക്ക് തുടർന്ന് വർക്ക് ചെയ്യാൻ വേണം. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനൊരു പുതിയൊരു ഫോൺ വാങ്ങി. അപ്പോൾ എനിക്ക് ഇതിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്ന വർക്ക് ഇപ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇൻഫിനിറ്റി ഡിസൈൻ കാണിക്കാം. ഇൻഫിനിറ്റി ഡിസൈൻ ആണെങ്കിൽ തന്നെ ഞാൻ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫയൽസ്, ഇപ്പോൾ ഈ ഒരു ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഫയൽ ഞാനിപ്പോൾ ഒരുപാട് ലെയേഴ്സ്, ഇപ്പോൾ ഞാൻ ലെയേഴ്സൊക്കെ മെർജ് ചെയ്തേക്കാണ്. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ ഒരുപാട് ലെയേഴ്സിൽ വരച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഞാൻ പുതിയ ലെയേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ ഓരോ വർക്കുകൾ വരച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ഫയൽസിൽ, അതായത് ഈ ഒരു ഇമേജ്, ടോട്ടൽ ഇമേജ് മാത്രം കിട്ടിയാൽ പോരാ, ഈ കാണുന്ന ഓരോ ലെയേഴ്സും എനിക്ക് കിട്ടിയാലേ തുടർന്ന് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊരു പുതിയ ഫോൺ വാങ്ങി. ഈ ഒരു ഫോൺ ഞാനിപ്പോൾ മാറ്റാണ്, എനിക്കൊരു പുതിയ ഫോൺ വേണം. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻഫിനിറ്റി ഡിസൈനും കാര്യങ്ങളും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. അപ്പോൾ പിന്നീട് എനിക്ക് ഈ ഒരു വർക്ക് എൻ്റെ ഒരു പുതിയ ഫോണിൽ കിട്ടണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിൽ ഇൻഫിനിറ്റി ഡിസൈൻ ഇൻസ്റ്റാൾ ചെയ്യും. പക്ഷെ നമുക്ക് ഈ ഒരു ഫയൽ കിട്ടാൻ എന്താ ചെയ്യുക, അതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് കറക്റ്റ് ഫയൽ മാത്രം കിട്ടിയാൽ പോരാ, നമുക്ക് ഈ പറയുന്ന ലെയേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ കിട്ടണം. അതുപോലെ തന്നെ ഓട്ടോഡെസ്ക്, സ്കെച്ച് ബുക്കിലും നമ്മൾ വർക്കിംഗ് ഫയൽ, ഈ കാണുന്ന ലെയേഴ്സും കാര്യങ്ങളും മൊത്തം നമുക്ക് അതിൽ കിട്ടണം. ഇപ്പോൾ ഓട്ടോഡെസ്ക്, സ്കെച്ച് ബുക്ക് ആണെങ്കിൽ നമ്മൾ സാധാരണ വർക്ക് ചെയ്ത് സേവ് ചെയ്ത ഫയൽസ്, നമുക്ക് ഫയൽസ് എടുത്താൽ ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ കാണാം നമ്മൾ മുമ്പ് ചെയ്ത വർക്കുകൾ അതിലിങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, കണ്ടോ. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. അതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഓരോ ലെയേഴ്സും, ഇപ്പം ഞാൻ ഈ ഫയലൊക്കെ വർക്ക് ചെയ്തതിനു ശേഷം എല്ലാ ലെയേഴ്സും മെർജ് ചെയ്തേക്കാണ്. അപ്പോൾ മെർജ് ചെയ്താൽ നമുക്ക് അത്രയ്ക്കും വർക്ക് ലോഡ് കുറയും. അതിന് വേണ്ടിയാണ് മെർജ് ചെയ്തേക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ പുതിയ ലെയേഴ്സ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചിടാം. ഓക്കെ, ഞാൻ ഓരോ ലെയറിലും വെവ്വേറെ കളേഴ്സ് എടുത്തിട്ട് ഞാൻ വരച്ചിടുകയാണ്. അപ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഈ കാണുന്ന ലെയേഴ്സ് മൊത്തം കിട്ടണം. ഇപ്പം ഞാൻ ഈ ധോനിനെ ഡോട്ട് ആർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ടൈപ്പ് ഓഫ് സ്ക്രിബിളാണ് ഡോട്ട്. അപ്പോൾ ഞാൻ ഡോട്ട് ആർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഫയൽ മാത്രം, നോർമലി നമ്മൾ എന്താ ചെയ്യുക, ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡിവൈസിലേക്ക് സേവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഡിവൈസിലേക്ക് സേവ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു ഫയൽ മാത്രം കൊണ്ട് നമുക്ക് തുടർന്ന് വരയ്ക്കാൻ പറ്റില്ല. നമുക്ക് ഓരോ ലെയേഴ്സും, ഇതിലോരോ ലെയേഴ്സും നമുക്ക് വേണം. അപ്പോൾ അതെങ്ങനെ മറ്റൊരു ഫോണിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വർക്ക് എങ്ങനെ സേവ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ്, പുതിയ വീഡിയോസ്, ഞാൻ പുതിയ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും, ഡിജിറ്റൽ ആർട്ട്, അതുപോലെ തന്നെ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓട്ടോഡെസ്കിൻ്റെ ഫയൽ എങ്ങനെ സേവ് ചെയ്യുക എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നേരെ ഫയൽ എടുക്കുക, ഗാലറി എടുക്കുക. അപ്പോൾ ചോദിക്കുന്നുണ്ട് സ്കെച്ച് അപ്ഡേറ്റഡ്, അതായത് ഇപ്പം ചെയ്യുന്ന സ്കെച്ച് സേവ് ചെയ്യണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെക്കണോ, അതല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ സേവ് ചെയ്യാതെ വിട്ട് കളയണോ പ്രോഗ്രസ് എന്നാണ് ചോദിക്കുന്നത്. ചിലവരെന്ത് ചെയ്യും, മുമ്പ് സേവ് ചെയ്തിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക്കലി നമുക്ക് സാധാരണ ഓട്ടോഡെസ്കിലൊക്കെ ബാക്ക് അടിച്ച് പോയാൽ ഓട്ടോമാറ്റിക് സേവ് ആവാറുണ്ട്, അല്ലെങ്കിൽ അവർ ചോദിക്കാറുണ്ട് നമ്മൾ ബാക്ക് അടിക്കുമ്പോൾ. ജസ്റ്റ് കാണിച്ചു തരാം, കണ്ടോ. ഞാൻ ബാക്ക് അടിക്കുമ്പോൾ എക്സിറ്റ്, സേവ് ആൻഡ് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ സേവ് ആൻഡ് എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജ് സേവ് ആയിക്കൊണ്ട് തന്നെ പുറത്തേക്ക് വരും. അതുകൊണ്ട് നമുക്കത് സേവ് ആയിട്ട് അവിടെ എടുക്കുന്നുണ്ടാവും. ചിലവരെന്ത് ചെയ്യുന്ന നേരെ എക്സിറ്റ് അടിക്കും. അപ്പോൾ നമ്മൾ ഇത്ര ചെയ്ത വർക്ക് മൊത്തം പോവും. അപ്പോൾ ഇപ്പം ഞാൻ സേവ് ആൻഡ് എക്സിറ്റ് അടിച്ചിട്ട് കയറി വീണ്ടും ഞാൻ വരയ്ക്കാണ്. പുതിയ ലെയേഴ്സ് എടുത്തിട്ട് ഞാൻ പുതിയ ലെയേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ബാക്ക് അടിക്കും, എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിപ്പോൾ പുതിയതെടുത്ത് വരച്ച കാര്യങ്ങളൊന്നും അതിൽ വരില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഗാലറി എടുക്കുക, അല്ലെങ്കിൽ
ബാക്ക് അടിക്കുമ്പോൾ വീണ്ടും സേവ് ആൻഡ് എക്സിറ്റ് എടുക്കുമ്പോഴാണ് അത് വീണ്ടും അപ്ഡേറ്റഡ് ആയിട്ട് സേവ് ആവുക. അപ്പോൾ ഞാനിപ്പോൾ ഗാലറി എടുക്കുകയാണ്. ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വരെ ചെയ്ത വർക്ക് സേവ് ചെയ്യണം വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ കറണ്ട് സേവ് ചെയ്തിട്ടുണ്ട് സ്കെച്ച്. അപ്പോൾ ഇതിൽ നമ്മൾ മുമ്പ് സേവ് ചെയ്ത സ്കെച്ചസ് മൊത്തം വരും. അപ്പോൾ ഇതിൻ്റെ ഫയൽ നമുക്ക് ഓരോ ലെയേഴ്സ് അടക്കം ഫയൽ എങ്ങനെ സേവ് ചെയ്യാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് എക്സ്പോർട്ട് PSD എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. അപ്പൊ അല്ലാതെ തന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഷെയർ, അതായത് ക്വാളിറ്റി ഒട്ടും കുറയാതെ തന്നെ പലരും ചോദിക്കുന്നുണ്ട് സേവ് ചെയ്യുമ്പോൾ ക്വാളിറ്റി കുറയുന്നുണ്ട് ഓട്ടോഡെസ്ക് സ്കെച്ച് ബുക്കിൽ നിന്ന്. അപ്പോൾ സേവ് ചെയ്യുന്ന വർക്ക് ഒട്ടും ക്വാളിറ്റി കുറയാതെ നമുക്ക് ഷെയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏത് സോഷ്യൽ മീഡിയയിലാണോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് പോസ്റ്റ് ചെയ്യാനും എളുപ്പത്തിൽ കൊണ്ടുവരാനും വേണമെങ്കിൽ നമുക്ക് ഡ്രൈവിലൊക്കെ സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണത്. പിന്നെ ഉള്ളത് സ്ലൈഡ് ഷോ, അതായത് നമ്മൾ ഈ ചെയ്ത വർക്ക് മൊത്തം സ്ലൈഡ് ഷോ ആയിട്ട് കാണാൻ കണ്ടോ. അപ്പോൾ സ്ലൈഡ് ഷോ ആയിട്ട് നമ്മൾ ചെയ്ത വർക്കുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് വരിക്കും. അതിനുള്ളൊരു ഓപ്ഷനാണിത്. പിന്നെ ഉള്ളത് റൊട്ടേറ്റ് ചെയ്യുക, ജസ്റ്റ് നമ്മൾ റൊട്ടേഷൻ കൊടുത്താൽ റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. പിന്നെ ഉള്ളത് ഡ്യൂപ്ലിക്കേറ്റ്, ഈ ഫയലൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇപ്പോൾ 2 ഫയലായിട്ട് വരും കണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫയൽ എങ്ങനെ സേവ് ചെയ്ത് വയ്ക്കാം എന്നാണ്. എക്സ്പോർട്ട് PSD ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എക്സ്പോർട്ട് PSD കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ മാത്രമല്ലാതെ ഓരോ ലെയേഴ്സും, അതായത് ഞാനൊരു പുതിയ ഫോണിൽ ഇപ്പോൾ ഓട്ടോഡെസ്ക് എടുത്താൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ PC ഇപ്പോൾ നമുക്ക് PC അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ അവൈലബിൾ ആണ് ഓട്ടോഡെസ്ക് സ്കെച്ച് ബുക്ക് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് കയറി ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത് നമ്മൾ ഫോണിൽ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, പെട്ടെന്ന് നമുക്ക് PC അല്ലെങ്കിൽ ലാപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി, നമ്മൾ ഓട്ടോഡെസ്ക് സ്കെച്ച് ബുക്ക് ഇൻസ്റ്റാൾ ചെയ്തു, അല്ലെങ്കിൽ മറ്റൊരു ഫോൺ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ നമ്മൾ പണ്ട് ചെയ്ത ഫോണിൽ നിന്നും ആ ഒരു വർക്ക് നമുക്ക് ലെയർ അടക്കം കിട്ടണം ആ ഒരു ഫോണിലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി. എക്സ്പോർട്ട് PSD എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, പലർക്കും അറിയാത്തൊരു കാര്യമാണ്, അത് കൊടുക്കുക. അപ്പോൾ നേരെ വരും കോപ്പി ടു ഫയൽ മാനേജർ. ചിലപ്പോൾ ഫയൽ മാനേജറിൽ നമ്മൾ കൊടുത്ത സേവ് ആവാൻ സാധ്യതയില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവിൽ സേവ് ചെയ്യുക, അതല്ലെങ്കിൽ സേവ് ടു ഡിവൈസ് എന്നുണ്ടാവും. ഞാൻ സേവ് ടു ഡിവൈസ് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിലിൽ സേവ് ചെയ്ത് വെക്കാം, അതിൻ്റെ ഒക്കെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് അതിൽ. അപ്പോൾ അൺടൈറ്റിൽഡ് കോപ്പി 1.pst എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഒരു ഫയലിൻ്റെ നെയിം മാറ്റണം, നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, സേവ് ചെയ്തു ഞാൻ. ഇപ്പോൾ ആ ഒരു PSD ഫയൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്ക് അടിച്ചിട്ട് പോവാണ്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ ഫയൽസ് ഓട്ടോഡെസ്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഫയൽ ഡിലീറ്റ് ആയി പോകുമെന്ന് വിചാരിക്കാം. നമുക്ക് നേരെ ഗാലറി പോവാം, ഓപ്ഷൻസ് എടുത്ത് ഞാൻ ഈ ഫയൽ ഡിലീറ്റ് ചെയ്തു. വീണ്ടും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിരുന്നു, ഒരെണ്ണം കൂടി ഉണ്ട്, അതും ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ഫയൽ മൊത്തം പോയി. എനിക്കിനി വർക്ക് ചെയ്യണമെങ്കിൽ പറ്റില്ല. ഇപ്പം ഞാൻ ബാക്ക് അടിച്ചിട്ട് എക്സിറ്റ് അടിച്ചു, ഇതും സേവ് ചെയ്തില്ല. പിന്നെ ചെല്ലുമ്പോൾ ഓട്ടോ സേവ്ഡ് ആണെങ്കിൽ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് പോയെന്ന് വിചാരിക്കും. ഇപ്പോൾ ചിലപ്പോൾ കണ്ടോ ആ ഒരു ഫയൽ നമ്മൾ ഓട്ടോ സേവ് ആവുന്നതുകൊണ്ട് അവിടെ ഉണ്ട്, നമുക്ക് ഞാൻ ക്ലിയർ ചെയ്ത് കളയാണ്. ഈ ഒരു വർക്കൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കളയാണ്. ഇതുപോലെ നിങ്ങൾ ഏതും ക്ലിയർ ആയി പോവേ, ഫയൽസ് പോവേ, അല്ലെങ്കിൽ ഈ ഫയലൊന്നും തീരെ നിങ്ങളെ കയ്യിൽ ഇല്ലാതിരിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എല്ലാ ഫയലും എല്ലാം മെർജ് ചെയ്തതിനു ശേഷം ഡിലീറ്റ് ചെയ്ത് കളയാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇതിലൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് PSD ഫയൽ നമുക്ക് എവിടെ സേവ് ആയി നോക്കാം. ഫയൽ മാനേജർ എടുക്കുക, നേരെ പോയിട്ട് എടുത്തിട്ട് നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ചിലവർക്ക് നോർമലായിട്ട് എവിടെയാണോ നിങ്ങൾ ഡീഫോൾട്ടായിട്ട് സേവ് ആവുന്ന അവിടെ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ കണ്ടോ ഫസ്റ്റ് തന്നെ എടുക്കുന്നുണ്ട് AAPSD എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഫയൽ കോപ്പി ചെയ്ത് എടുത്തു വെച്ചാൽ മതി. ഇത് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജ് പറയാൻ കാണിക്കാം. ആദ്യം നമുക്കിത് ഓട്ടോഡെസ്കിലേക്ക് വരുമ്പോൾ ഓരോ ലെയർ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഒന്നിലേക്ക് കോപ്പി ചെയ്ത് വെക്കാം. ഇപ്പോൾ ഫോർമാറ്റ് ചെയ്യുന്ന ഫോണാണെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ സൂക്ഷിച്ചിട്ട് കാര്യമില്ല. ഒന്നിൽ മെയിലിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൈവിലോ അതും അല്ലെങ്കിൽ മറ്റൊരു ഫോണിൽ എന്തെങ്കിലും ഫയൽ ട്രാൻസ്ഫർ വഴി എടുത്തു വയ്ക്കുകയൊക്കെ ചെയ്യാം അല്ലേ. അപ്പോൾ വേറൊരു ഫോൺ പുതിയൊരു ഫോണിൽ എനിക്ക് ഈ ഫയൽസ് കിട്ടണമെങ്കിലും ഈ ഒരു ഫയൽ നമുക്ക് സേവ് ചെയ്ത് വെച്ചാൽ മതി. പക്ഷെ PSD ഫയൽ ആയിരിക്കണം. നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പോലുള്ള സ്റ്റെപ്പ് പോലെ ചെയ്ത് PSD ഫയൽ സേവ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ ഒരു ഫയലുണ്ട്, PSD എന്ന് പറഞ്ഞ ഫയലുണ്ട്. ഇത് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് സൂക്ഷിച്ചാൽ മതിയാവും. നമുക്ക് വേറെ ഏത് ഡിവൈസിലായാലും നമുക്ക് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും, ഫോൾഡർ അതിലെ ഓരോ ലെയേഴ്സ് അടക്കം. പിന്നെന്ന് വെച്ചാൽ ഓട്ടോഡെസ്കിൽ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചിലവരുടെ ഫോണിൽ PSD ഫയൽ സപ്പോർട്ട് ചെയ്യണമെന്നില്ല.
അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലാപ്പിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇത് യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലവരുടെ ഫോണിൽ PSD ഫയൽ എടുക്കാറുണ്ട്, ചിലവരുടെ എടുക്കില്ല. എടുക്കുന്ന ഫോണുകളാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, സെൻഡ് ടു എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഏത് ഫയലിലേക്കാണ്, അതായത് ഓട്ടോഡെസ്കിലേക്കാണ് ഓപ്പൺ ആയി വരുന്നെങ്കിൽ ഓട്ടോഡെസ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വർക്ക് വരും. കണ്ടോ, ലെയേഴ്സ് അടക്കം വരും. ചിലരുടെ ഫോണിൽ കിട്ടാൻ സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എന്തായാലും PC യിലൊക്കെ കൊണ്ടുവരുമ്പോൾ എന്തായാലും PSD ഫയൽ നമുക്ക് സപ്പോർട്ടാവും. PC യിൽ നിങ്ങൾ ഓട്ടോഡെസ്ക് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് സപ്പോർട്ടാവും. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഓക്കെ, ഇനി ഞാൻ ഇൻഫിനിറ്റി ഡിസൈനിൽ നിങ്ങളുടെ വർക്ക് എങ്ങനെ സേവ് ചെയ്തിടാം എന്നാണ് കാണിക്കുന്നത്. ഞാൻ ഇൻഫിനിറ്റി ഡിസൈൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊരു ഇപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്, ഞാൻ അതൊന്ന് കളയാണ്. എൻ്റെ ജസ്റ്റ് ഒരു പുതിയൊരു ഫയൽ എടുക്കുകയാണ്. അതിൻ്റെ പ്രൊജക്ട് നെയിം ഞാൻ ഇതുപോലെ തന്നെ ന്യൂ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്, ന്യൂ ഫയൽ. ഓക്കെ, ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിയ പ്രൊജക്റ്റ്. ഇതിലേക്ക് ഞാൻ ജസ്റ്റ് കുറച്ച് ലൈൻസ് ഇടാണ്, പല ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഈ ഒരു ഫയൽ എൻ്റെ നിന്ന് ഡിലീറ്റ് ആയി പോയാലോ അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഫോർമാറ്റ് ആയി പോയാലോ എനിക്ക് മറ്റൊരു ഫോണിൽ ഈ ഒരു ലെയേഴ്സും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്തെടുക്കണം എങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്താൽ മതി. നേരെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ സാധാരണ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മളുടെ ഗാലറിയിൽ സേവ് ആവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് അടിച്ചിട്ട് സേവ് കോപ്പി അല്ലെങ്കിൽ സേവ് കോപ്പി അടിക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് ഈ ഒരു ഫയൽ ഉണ്ടാവും. നമ്മൾ ഫയൽ മാനേജറിൽ പോയതിനു ശേഷം ഇതിൽ ഇൻഫിനിറ്റി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ഇൻഫിനിറ്റി സ്റ്റുഡിയോയിൽ ഡിസൈൻ എടുക്കുക. അതിൽ പ്രൊജക്റ്റിലാണ് നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ സേവ് ആവുന്നത്. ആ പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ ചെയ്ത ന്യൂ ഫയൽ എന്ന് പറഞ്ഞ ഡിസൈൻ ഇതാണ് ആ ഒരു പ്രൊജക്റ്റ്. ആ ഒരു പ്രൊജക്റ്റ് നമുക്ക് വേണ്ടി കോപ്പി ചെയ്ത് വെക്കുകയോ ഡ്രൈവിൽ സെൻഡ് ചെയ്തിട്ട് ഡ്രൈവിലേക്ക് കൊണ്ടുവന്ന് കയറ്റിയിടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് പുതിയ ഫോണാണെങ്കിൽ അതിലേക്ക് സെൻഡ് ചെയ്തിടുകയോ ചെയ്യാം. പിന്നീട് നമുക്ക് അതിൽ ഇൻഫിനിറ്റി ഡിസൈനോ മറ്റ് ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഡിസൈൻ മറ്റ് ആപ്ലിക്കേഷൻ പറ്റില്ല, ഇൻഫിനിറ്റി ഡിസൈനിൽ നമുക്ക് ഡിസൈൻ DSGN ഡിസൈൻ്റെ ഫോർമാറ്റാണ്, അത് പ്രൊജക്റ്റിൻ്റെ ഫോർമാറ്റാണ്. അപ്പോൾ വേറൊരു ആപ്ലിക്കേഷൻ എൻ്റെ ഇപ്പോൾ ഫോർമാറ്റായി പോയി, എൻ്റെ ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വേറെ ഫോണിലായാലും എൻ്റെ ഈ ഒരു ഫോണിൽ തന്നെ ആയാലും എനിക്ക് ആ ഒരു ലെയേഴ്സ് അടക്കം, നമ്മൾ വർക്ക് ചെയ്യുന്ന ലെയർ അടക്കം, അതായത് നമ്മൾ നോർമൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫോട്ടോ മാത്രം കിട്ടും, ഈ ഒരു ലെയേഴ്സ് അടക്കം, വരച്ച ലെയേഴ്സ് അടക്കം നമുക്ക് വേറൊരു ഫോണിൽ എടുക്കാൻ പറ്റും. അപ്പോൾ പലർക്കുള്ള ഡൗട്ടായിരുന്നു, അതായത് ഞാൻ ഒരുപാട് വരച്ച് കഷ്ടപ്പെട്ട വർക്കുകളൊക്കെ എൻ്റെ ഒരു പഴയ ഫോണിലാണ്, അതെൻ്റെ പുതിയ ഫോണിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നൊക്കെ ചോദിക്കുന്നവർക്ക്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ആ ഒരു പ്രൊജക്ട് ഫയൽ കോപ്പി ചെയ്ത് എടുത്തു വെച്ചാൽ മതി. നിങ്ങൾക്ക് ഏതൊരു ഫോണിലായാലും, നേരത്തെ ഞാൻ ഓട്ടോഡെസ്ക് ഓപ്പൺ ചെയ്ത പോലെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എടുത്തു വെച്ചതിന് ശേഷം നിങ്ങൾ മറ്റൊരു ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിലും ഇതുപോലെ ഇൻഫിനിറ്റി സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ടാവും. അതിൽ നിങ്ങൾ ഡിസൈൻസിൽ പ്രൊജക്റ്റിൽ കൊണ്ടുവന്ന് സേവ് ചെയ്തിടണം. ആ ഒരു ഫയൽ കോപ്പി ചെയ്ത് വെച്ച ഫയൽ സേവ് ചെയ്തിടണം, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്തിടണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഓട്ടോഡെസ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എവിടെ കൊണ്ടുവന്ന് സേവ് ചെയ്തിട്ടാലും നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ PSD ഫയൽ ചില ഫോണിൽ മാത്രം വർക്ക് ചെയ്യുള്ളൂ, അതൊന്നും ജസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ PSD ഫയൽ അല്ലാതെ നമുക്ക് PSD ഫയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളുടെ പ്രൊജക്റ്റ് വർക്കിംഗ് ഫയലാണ്. അതായത് നമുക്ക് ലെയേഴ്സും കാര്യങ്ങളും ഒക്കെ അതിൽ തന്നെ ഉണ്ടാവും. നമുക്കിപ്പോൾ ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്നാൽ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഫോട്ടോഷോപ്പും PSD ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത്. ഓട്ടോഡെസ്കിൻ്റെ ഫയൽ എടുക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഓട്ടോഡെസ്ക് ഇപ്പോൾ ഐപാഡിലോ അല്ലെങ്കിൽ വേറെ ആൻഡ്രോയിഡ് ടാബ്ലറ്റ്സിലോ അതും അല്ലെങ്കിൽ നമ്മുടെ ലാപ്പിലൊക്കെ കൊണ്ടുവന്നാൽ ഇതുപോലെ ഓട്ടോഡെസ്ക് ആയാലും ഇൻഫിനിറ്റി ഡിസൈനൊക്കെ ആയാലും നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഡൗട്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി വീഡിയോ ചെയ്തതാണ്. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.